ഓം ശ്രീ ഗണേശായ നമഃ. ഓം ശ്രീ സരസ്വത്यै നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. സമസ്തജനകല്യാണേ നിരതം കരുണാമയം നമാമി ചിന്മയം ദേവം സദ്ഗുരും ബ്രഹ്മവിദ്വരം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം പരമാനന്ദമാധവം. ഓം സർവവേദാന്തസിദ്ധാന്ത ഗോചരം തമഗോചരം ഗോവിന്ദം പരമാനന്ദം സദ്ഗുരും പ്രണതോസ്മ്യഹം സദ്ഗുരും പ്രണതോസ്മ്യഹം. നമ്മൾ എവിടം വരെ എടുത്തത്? 375 മുതൽക്ക് നമുക്കൊന്ന് ചൊല്ലാം. വൈരാഗ്യബോധോ പുരുഷസ്യ പക്ഷിവത് പക്ഷോ വിജാനീഹി വിചക്ഷണത്വം വിമുക്തിസൗദാഗ്രതലാധിരോഹണം താഭ്യാം വിനാ നാന്യതരേണ സിദ്ധ്യതി. അത്യന്തവൈരാഗ്യവതഃ സമാധിഃ സമാഹിതസ്യൈവ ദൃഢപ്രബോധഃ വിബുദ്ധതത്ത്വസ്യ ഹി ബന്ധമുക്തിഃ മുക്താത്മനോ നിത്യസുഖാനുഭൂതിഃ. വൈരാഗ്യാന്ന പരം സുഖായ ജനകം പശ്യാമി വശ്യാത്മനഃ തച്ചേത് ശുദ്ധതരാത്മബോധസഹിതം സ്വരാജ്യസാമ്രാജ്യദുഃഖ ഏതദ്വാരമജസ്രമുക്തിയുവതേഃ യസ്മാത് ത്വമസ്മാത് പരം സർവത്ര സ്പൃഹയാ സദാത്മനി സദാ പ്രജ്ഞാം കുരു ശ്രേയസേ. ആശാം ചിന്തി വിശോപമേഷു വിഷയേഷ്വേഷ്വൈവ മൃത്യോഃ കൃതിഃ ത്യക്ത്വാ ജാതികുലാശ്രമേഷ്വഭിമതിം മുഞ്ചാതി ദൂരാത് ക്രിയാഃ ദേഹാദൗ അസദിത്യജാത്മദിഷണാം പ്രജ്ഞാം കുരുഷ്വാത്മനി ത്വം ദൃഷ്ടാസ്യമലോപി നിർദ്വയപരം ബ്രഹ്മാസി യദ്വസ്തുതഃ. അപ്പോൾ ഇവിടെ പറഞ്ഞു വന്നത് വൈരാഗ്യത്തേക്കാൾ വലിയ വേറൊരു സുഖവുമില്ല. വൈരാഗ്യം തന്നെയാണ് സുഖം. വിരക്തനെ വിരട്ടാൻ ആർക്കും പറ്റില്ല. കാരണം എന്താ? വൈരാഗ്യമുള്ളവന് ഒന്നും വേണ്ടല്ലോ. ഒന്നും വേണ്ടാത്തവനെ തോൽപ്പിക്കാൻ ആർക്ക് സാധിക്കില്ല. ഒന്നിനോടും ഒരു താല്പര്യമില്ല. ഒന്നും ഈ ലോകത്തുനിന്ന് ഒന്നും ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെയൊക്കെ ഉള്ള അല്ലേ? അപ്പോൾ വൈരാഗ്യം ഉള്ളവനെ ശാന്തി ഉണ്ടാകുകയുള്ളൂ. വൈരാഗ്യം ഉള്ളവനെ ജ്ഞാനം ഉണ്ടാകുകയുള്ളൂ. വൈരാഗ്യം ഉള്ളവനെ നിത്യസുഖവും ഉണ്ടാകുകയുള്ളൂ. അല്ലെങ്കിൽ എന്തിൻ്റെയെങ്കിലും പുറകെ ഇങ്ങനെ അലഞ്ഞുകൊണ്ടേയിരിക്കും. ഇപ്പോൾ ഇവിടെ പറഞ്ഞു അല്ലേ, വൈരാഗ്യം സുഖം തന്നെ, വൈരാഗ്യം തന്നെ സ്വാതന്ത്ര്യം, വൈരാഗ്യമേവ അഭയം. അതുകൊണ്ട് വൈരാഗ്യം എന്നുള്ള ആ ഒരു ക്വാളിറ്റി നമ്മളിൽ ഇല്ല എങ്കിൽ ഈ ആധ്യാത്മിക പാത മറക്കൂ. ഇത് രണ്ടും, വൈരാഗ്യം ഇല്ലായ്മയും ആധ്യാത്മിക പാതയിൽ സഞ്ചരിക്കുകയും രണ്ടും കൂടെ ഒപ്പം നടക്കില്ല. വൈരാഗ്യം ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗുണം എന്നുള്ളത്. സ്വർണത്തിന് സുഗന്ധം കൂടി ഉണ്ടെങ്കിലോ എങ്ങനെയായിരിക്കും? അതുപോലെയാണ് വൈരാഗ്യവും ജ്ഞാനവും കൂടി ഉണ്ടെങ്കിലുള്ള അവസ്ഥ. ഇനി
അടുത്ത ശ്ലോകം ആശാം ചിന്തി അല്ലേ, ആശാം ചിന്തി വിശ്വ എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ ശ്ലോകം കൂടി എടുത്തതാണെന്ന്. എന്തായാലും ഞാൻ ഒന്നുകൂടി പറഞ്ഞു പോവുകയാണ്. ആശാം ചിന്തി ദുരാശയെ, അതായത് ഈ വിഷയവസ്തുക്കളുടെ പിന്നാലെയുള്ള ഈ പരക്കം പാച്ചിലുണ്ടല്ലോ, അത് ചിന്തി എന്ന് വെച്ചാൽ കട്ട് ചെയ്യുക, അത് വേണ്ടാന്ന് വെക്കുക. കാരണം എന്താ, വിഷയേഷു വിശോഭമേഷു, വിഷയങ്ങൾ വിഷത്തെ കൊണ്ടാണ് ഇവിടെ ഉപമിച്ചിരിക്കുന്നത്. നമ്മൾ ഇതിനു മുമ്പും കണ്ടിരുന്നു അല്ലേ, ദോഷേണ തീവ്രോ വിഷയ കൃഷ്ണസർപ്പ വിഷാദപി വിഷം നിഹന്തി ഹന്താരം ദൃഷ്ടാരം ചക്ഷുഷാപ്യയം. കൃഷ്ണസർപ്പം അല്ലെങ്കിൽ കരിമൂർക്കൻ, അത് ആരെങ്കിലും അതിനെ പോയി ചവിട്ടുവോ അങ്ങനെയൊക്കെ ചെയ്താലേ അത് ആക്രമിക്കുകയുള്ളൂ, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അത് ആക്രമിച്ചിട്ടുണ്ട് എങ്കിൽ അത് കടിച്ചാൽ മാത്രമേ, അല്ലെങ്കിൽ അത് കുത്തിയാൽ മാത്രമേ നമ്മൾ മരിക്കുകയുള്ളൂ. അല്ലാതെ അതിൻ്റെ വാലിൽ പോയി ഒന്ന് തൊട്ടു എന്ന് ഓർത്തോണ്ടോ, അല്ലെങ്കിൽ അത് മേലേക്കടെ ഒന്ന് കയറിപ്പോയി എന്ന് ഓർത്തോണ്ടോ ഒന്നും സംഭവിക്കില്ല. പക്ഷേ ഈ വിഷയങ്ങൾ അങ്ങനെയല്ല. വിഷയങ്ങൾ കണ്ടാലും തൊട്ടാലും ചിന്തിച്ചാലും സ്മരിച്ചാലും ഒക്കെ ഒരുവനെ കൊല്ലും എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ, അത് പിന്നെ നേടിയെടുക്കാനുള്ള ആഗ്രഹമായി, പിന്നെ ആ ആഗ്രഹം സാധിക്കാനുള്ള കർമ്മമായി, പിന്നെ ആ കർമ്മത്തിൻ്റെ പുറകെ ഇങ്ങനെ പരക്കം പാച്ചിലായി, പിന്നെ ശാന്തി നഷ്ടപ്പെട്ടു, പിന്നെ മനസ്സമാധാനം ഇല്ലാണ്ടായി. അങ്ങനെയാണ്. അപ്പോൾ ഏഷ ഏവാ മൃത്യുഹു, ഇത് തന്നെയാണ് മരണം എന്നുള്ള ഒരവസ്ഥ എന്നുള്ളത്. അപ്പോൾ വിഷയങ്ങളുടെ പുറത്ത് വരുന്നത് ഈ യമരാജൻ, വിഷയങ്ങളുടെ പിന്നാലെ പായുന്നത്. ഇവിടെ യമരാജൻ പല രൂപങ്ങളിലാണ് വരിക അല്ലെ, പോത്തിൻ്റെ പുറത്ത് വരുന്നൊക്കെ പറയും. അപ്പോൾ അതുപോലെ തന്നെ ഈ വിഷയങ്ങളുടെ പിന്നാലെയുള്ള ഈ പാച്ചിലുണ്ടല്ലോ, അത് മരണം തന്നെയാണ്. ആശയോടുള്ള ഈ ദുരാശ, അതായത് ഇത് മാത്രമേ എനിക്ക് ജീവിതത്തിൽ എന്നെ തൃപ്തിപ്പെടുത്താൻ, ഈ ഒരു കാര്യം ഉണ്ടെങ്കിലേ എനിക്ക് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടല്ലോ, നീ ഇല്ലാതെ എനിക്ക് വയ്യ, അങ്ങനെയൊക്കെയുള്ള വളരെയധികം ഒരു ആസക്തി, അതൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യൂ. തെക്ത്വാ അഭിമതിം താതാത്മ്യം, ഞാൻ ഇതാണ് ഇന്ന ജാതിയിലുള്ളതാണ്, ഞാൻ ഞാൻ ക്ഷത്രിയനാണ്, നീ ക്ഷത്രിയനാണെങ്കിൽ ക്ഷത്രിയനെയും ടീച്ച് ചെയ്യുന്ന ബ്രാഹ്മണനാണ് ഞാൻ. ഇങ്ങനെയൊക്കെയുള്ള അഭിമാനം ഉണ്ടല്ലോ, കുലം ജാതിയൊക്കെ, ഇങ്ങനെയൊക്കെയുള്ള അഭിമാനം, അതൊക്കെ ത്യജ ഉപേക്ഷിക്കൂ. എന്നിട്ടോ ആത്മദിഷണാം ദേഹാദൗ അസതി ത്യജ ആത്മദിഷണാം പ്രജ്ഞാം പുരുഷ്വാത്മനി. ഈ അസത്താണ് ഈ ദേഹം, ഈ അസത്തായിട്ടുള്ള ഈ ശരീരത്തിൽ, അസതി ദേഹാദോ ആത്മദിഷണാം ത്യജ, അസത്തായിട്ടുള്ള ഈ ശരീരത്തിൽ ഞാനെന്നുള്ള ഈ ഭാവം ഉണ്ടല്ലോ, അത് ത്യജ ഉപേക്ഷിക്കൂ. അത്ര അനാത്മനി അഹമിതി മതി, ഇതാണ് ബന്ധനം, അതിനെ അങ്ങോട്ട് ഉപേക്ഷിക്കുക. ഈ അനാത്മ വസ്തുക്കളിൽ ഞാനെന്നുള്ള ബുദ്ധിയെ ത്യജ ഉപേക്ഷിക്കൂ. അങ്ങനെ സച്ചിദാനന്ദ സ്വരൂപ സ ആത്മ, സച്ചിദാനന്ദ സ്വരൂപമായിട്ടുള്ള ആ ആത്മാവാണ് ഞാൻ എന്നിങ്ങനെ മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ട് എങ്കിൽ ത്വം ദൃഷ്ടാസി, നീ അത് കാണും. ആ അത്യന്ത വിശുദ്ധം അമലം നിർദ്വയപരം, അത്യന്തം വിശുദ്ധമായിട്ടുള്ള ഒരു കളങ്കവും ഏൽക്കാത്ത അമലമായിട്ടുള്ള ആ തത്വമാണ് നീ എന്നുള്ള കാര്യം അറിയൂ, മനസ്സിലാക്കൂ. അല്ലാതെ ദൃശ്യവസ്തുവല്ല, ദൃഷ്ടാവാണ്, ഇത് മനസ്സിലാക്കൂ. ഇങ്ങനെ പറഞ്ഞതിന് ശേഷം അടുത്തതും ആചാര്യ ഭഗവാനിലെ കവി നമ്മൾക്ക് കാണാൻ സാധിക്കും ഈ ശ്ലോകങ്ങളിലൂടെയെല്ലാം. അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. 379. ലക്ഷ്യേ ബ്രഹ്മണി മാനസം ദൃഢതരം സംസ്ഥാപ്യ ബാഹ്യേന്ദ്രിയം സ്വസ്ഥാനേ വിനിവേശ്യ നിശ്ചലതനുഃ ച ഉപേക്ഷ്യ ദേഹസ്ഥിതിം ബ്രഹ്മാത്മൈക്യമുപേത്യ തന്മയതയാ വൃത്യാനിശം ബ്രഹ്മാനന്ദരസം പിബാത്മനി മുദാ ശൂന്യൈഃ കിമന്യൈ ഭൃശം.
ലക്ഷ്യേ ബ്രഹ്മണി മാനസം ദൃഢതരം സംസ്ഥാപ്യ ബാഹ്യേന്ദ്രിയം സ്വസ്ഥാനേ വിനിവേശ്യ നിശ്ചലതനുഃ ച ഉപേക്ഷ്യ ദേഹസ്ഥിതിം ബ്രഹ്മാത്മൈക്യമുപേത്യ തന്മയതയാ ചാഖണ്ഡവൃത്യാനിശം ബ്രഹ്മാനന്ദരസം പിപാത്മനി മുദാ ശൂന്യൈഃ കിമന്യൈ ഭൃശം. ലക്ഷ്യേ ബ്രഹ്മണി മാനസം ദൃഢധരം സംസ്ഥാപ്യ. ഒറ്റ ഫ്രേസാണല്ലേ. ലക്ഷ്യേ ബ്രഹ്മണി മാനസം ദൃഢധരം സംസ്ഥാപ്യ. സംസ്ഥാപ്യ എന്ന് വെച്ചാൽ വച്ചിട്ട്, ഉറപ്പിച്ചിട്ട്. എവിടെ ഉറപ്പിച്ചിട്ട്? എന്തിനെ ഉറപ്പിച്ചിട്ട്? അല്ലെ എങ്ങനെ ഉറപ്പിച്ചിട്ട്? ദൃഢതരം സംസ്ഥാപ്യ. ദൃഢതരം എന്ന് വെച്ചാൽ വളരെ ദൃഢമായിട്ട് മനസ്സിനെ ഉറപ്പിച്ചിട്ട്. മുഴുവൻ പറയുമ്പോൾ വാക്കുകൾ മുഴുവൻ പറയണ്ടേ. സംസ്ഥാപ്യ വെച്ചിട്ട്, ദൃഢതരം ഉറപ്പോടുകൂടി വെച്ചിട്ട്, മാനസം മനസ്സിനെ ഉറപ്പോടുകൂടി വെച്ചിട്ട് എവിടെ വെക്കണം? ബ്രഹ്മണി. എന്താ ബ്രഹ്മം? ലക്ഷ്യമാണ്. അപ്പോൾ മനസ്സിനെ ബ്രഹ്മത്തിൽ വളരെ ഉറപ്പിക്കുക, അതായത് നന്നായിട്ട് ഉറപ്പിക്കുക. എന്താ ലക്ഷ്യ ബ്രഹ്മണി? ധ്യാനത്തിൻ്റെ വിഷയം ബ്രഹ്മമാണ്. അപ്പോൾ ആ ധ്യാനത്തിൻ്റെ ഒബ്ജക്റ്റ് എന്നുള്ളത് ബ്രഹ്മമാണ്. ആ ബ്രഹ്മത്തിൽ വിഷയത്തെ നല്ലത് അല്ലെങ്കിൽ അവിടെ ധ്യാനത്തിൻ്റെ വിഷയം എന്നാട്ടോ പറയാൻ സാധിക്കുക. അങ്ങനെയുള്ള ബ്രഹ്മത്തിൽ മനസ്സിനെ നല്ലതുപോലെ ഉറപ്പിക്കുക. എന്നിട്ടോ ലക്ഷ്യേ ബ്രഹ്മണി മാനസം ദൃഢതരം സംസ്ഥാപ്യ ദെൻ ബാഹ്യേന്ദ്രിയം സ്വസ്ഥാനേ വിനിവേശ്യ നിശ്ചലതനുഃ. എന്നിട്ട് അടുത്ത വാക്യം എന്താ? ബാഹ്യേന്ദ്രിയം സ്വസ്ഥാനേ വിനിവേശ്യ അല്ലേ. വീണ്ടും വെച്ചിട്ട്. എന്ത് വെച്ചിട്ട്? എവിടെ വെച്ചിട്ട്? സ്വസ്ഥാനെ, ആ സ്വന്തം സ്ഥാനത്ത്. അതായത് എന്തിനെ വെച്ചിട്ട്? ബാഹ്യേന്ദ്രിയം. അപ്പോൾ ബാഹ്യേന്ദ്രിയത്തെ അതിൻ്റേതായിട്ടുള്ള സ്ഥാനത്ത്, അതായത് ആ ഗോളകത്തിൽ തന്നെ. കണ്ണിനൊക്കെ 2 സോക്കറ്റ് അല്ലേ, കണ്ണിനൊക്കെ ഗോളകമുണ്ട്, അവിടെ തന്നെ ഉറപ്പിച്ച് വെക്കുക. അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പായാൻ വെക്കാതെ. മൂക്കാണെങ്കിലോ വഴികൂടെ പോയിട്ടുണ്ടെങ്കിൽ അടുത്ത വീട്ടിൽ എന്താ ഉണ്ടാക്കണേ, ആ സ്മെല്ലും പിടിച്ചെടുക്കും. അവർ കഴിക്കുന്നതിനേക്കാളും മുമ്പേ നമ്മളാണ് കഴിക്കുക. അതേപോലെയാണ് റോട്ടിലൂടെ പോയിട്ടുണ്ടായെങ്കിൽ മൂക്കിൻ്റെ പരിപാടി. ചെവിയാണെങ്കിലോ ഉള്ള കുനിഷ്ടും കുശുമ്പും എല്ലാം എടുക്കും. കണ്ണാണെങ്കിലോ കാണേണ്ടതും കാണരുതാത്തതും ഒക്കെ കാണും. ഈ ഇങ്ങനെയുള്ള ഈ ഇന്ദ്രിയങ്ങളെയൊക്കെ ഉണ്ടല്ലോ, അത് അതിൻ്റെ സ്ഥാനത്ത് തന്നെ ഉറപ്പിക്കുക. ബാഹ്യേന്ദ്രിയം സ്വസ്ഥാനെ വിനിവേശ്യ, ആ ഗോളകത്തിൽ വെച്ചിട്ട്. അപ്പോൾ പിന്നെ ഈ ശരീരം മൊത്തത്തിലുള്ള ഈ ശരീരത്തെ എന്ത് ചെയ്യണം? ലക്ഷ്യേ ബ്രഹ്മണി മാനസം ദൃഢതരം സംസ്ഥാപ്യ ബാഹ്യേന്ദ്രിയം സ്വസ്ഥാനെ വിനിവേശ്യ നിശ്ചലതനുഃ ച ഉപേക്ഷ്യ ദേഹസ്ഥിതിം. ഈ ച ഉപേക്ഷ്യ ദേഹസ്ഥിതിം, അതായത് ഈ ശരീരത്തിൻ്റെ ആ ഒരു അവസ്ഥയുണ്ടല്ലോ, അതിനെ അങ്ങോട്ട് ഉപേക്ഷിക്കുക. എങ്ങനെ ഈ ശരീരം വെക്കണം? നിശ്ചല തനുവായിട്ട് വെക്കണം. ശരീരത്തെ നിശ്ചല തനുവായിട്ട് വെച്ചിട്ട് പിന്നെ അതിനെ അങ്ങ് മറക്കണം. എൻ്റെ ശരീരം നിശ്ചലമായിട്ട് ഇരിക്കുന്നുണ്ടല്ലോ, ആ കാര്യം അങ്ങ് മറക്കണം, അതിനെ അങ്ങ് ഉപേക്ഷിക്കുക. അപ്പോൾ സുഖാസനത്തിൽ ഇരുന്നിട്ട്, എങ്ങനെ സുഖാസനത്തിലിരിക്കുക? ഏത് സീറ്റിൽ ഇരുന്നാലാണോ നമ്മൾക്ക് ഒരു 2-3 മണിക്കൂർ നേരം ശരീരത്തിന് വലിയ പീഡ കൊടുക്കാതെ, അത് ചിലപ്പോൾ കട്ടിലേൽ ഇരുന്നാലാകാം, ചിലപ്പോൾ നല്ല കസേര, നല്ല എന്താ പറയുക, പുറമൊക്കെ നല്ലപോലെ സപ്പോർട്ട് കൊടുക്കുന്ന കസേരയാകാം, ചിലപ്പോൾ ചിലവർക്ക് ചില സ്പെഷ്യൽ കസേരകളൊക്കെ ആവശ്യമായിട്ട് വരും, അവരുടെ ചിലപ്പോൾ ബോൺ പ്രോബ്ലം ഒക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ എവിടെയാണോ എങ്കിലും നടുവൊക്കെ ഒന്ന് നിവർന്നൊന്ന് ഇരിക്കാൻ പറ്റിയ ഒരു ആസനം, അതിനെ സുഖാസനം, സുഖമായിട്ടിരിക്കാൻ പറ്റണം. അതായത് ഒരു 2-3 മണിക്കൂർ നേരമെങ്കിലും ശരീരത്തിന് വലിയ പീഡയൊന്നും കൊടുക്കാതെ, എൻ്റെ കാലുവേദന എടുക്കണു, നടുവേദന എടുക്കണു, ഇങ്ങനെയൊന്നും പറഞ്ഞ് പീഡയൊന്നും കൊടുക്കാതെ ഇരിക്കാനായിട്ട് സാധിക്കുന്ന ഒരു, അല്ലാതെ നിലത്തൊക്കെ വലിയ ഇരിക്കും, പക്ഷേ കുറച്ച് നേരം ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഉരുളാൻ തുടങ്ങും. അങ്ങനെ പറ്റില്ല. സുഖാസനത്തിൽ ഇരുന്നിട്ട് പിന്നെയോ ആ സ്ഥിതിയും കൂടി, ദേഹസ്ഥിതിയെയും അങ്ങ് ഉപേക്ഷിക്കുക, അങ്ങ് മറന്നിട്ട്. അപ്പോൾ ശരീരത്തെ മറക്കുക, ഇന്ദ്രിയങ്ങളെയൊക്കെ അതിൻ്റേതായിട്ടുള്ള ഗോളകത്തിൽ ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട്. മനസ്സിനെ പിന്നെ ഇനി എന്താ ചെയ്യേണ്ടത്?
ഒന്നുകൂടി നമുക്ക് ചൊല്ലി വരാം. ഏതൊക്കെ വാക്കുകൾ വിട്ടുപോയി എന്ന് നോക്കണ്ടേ. ലക്ഷ്യേ ബ്രഹ്മണി മാനസം ദൃഢതരം സംസ്ഥാപ്യ ബാഹ്യേന്ദ്രിയം സ്വസ്ഥാനേ വിനിവേശ്യ നിശ്ചലതനുഃ ചോപേക്ഷ്യ ദേഹസ്ഥിതിം ബ്രഹ്മാത്മൈക്യമുപേത്യ തന്മയതയാ ചാഖണ്ഡവൃത്യാനിശം ബ്രഹ്മാനന്ദരസം പിബാത്മനി സദാ ശൂന്യൈഃ കിമന്യൈഃ ഭൃശം. ദേഹസ്ഥിതിയെയൊക്കെ ഒന്ന് മറന്നിട്ട് പിന്നീട് ബ്രഹ്മാത്മൈക്യമുപേത്യ ബ്രഹ്മാത്മൈക്യമുപേത്യ തന്മയതയാ. ഇപ്പോൾ ശരീരത്തെ ഒന്ന് മറന്നു, ശരീരത്തെ സുഖാസനത്തിൽ വെച്ചതിന് ശേഷം ആ സ്ഥിതിയെ മറന്നു. ഗോളകങ്ങളെല്ലാം എവിടെയാണ്? ഇന്ദ്രിയങ്ങളെല്ലാം അതാത് ഗോളകങ്ങളിൽ തന്നെ നിൽക്കുകയാണ്. മനസ്സാണ് എങ്കിൽ ശുദ്ധബ്രഹ്മണി ശുദ്ധമായിട്ടുള്ള ബ്രഹ്മത്തിൽ അനിശം, അതായത് അല്ലേ, ഇതിനു മുമ്പിലത്തെ ശ്ലോകത്തിലൊന്ന് പറഞ്ഞിട്ടുണ്ട്, മനസ്സ് സമാധാനമാക്കി വെക്കണമെന്ന്. സമാധാനം എന്ന് വെച്ചാൽ എന്താ? സർവദാ സ്ഥാപനം ബുദ്ധേ ശുദ്ധബ്രഹ്മണി സർവദാ തത് സമാധാനം ഇത്യുച്ച നതു ചിത്തസ്യ ലാളനം എന്ന് ഇതിനു മുമ്പ് ഒരു ശ്ലോകത്തിൽ പറഞ്ഞു. അതായത് മനസ്സ് സമാധാനമാക്കി വെക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സ് ശുദ്ധബ്രഹ്മത്തിൽ സർവദാ അതിനെ ഉറപ്പിക്കുക. അല്ലാതെ ചിത്തത്തെ ഇങ്ങനെ ലാളിച്ചുകൊണ്ട് ചിത്തത്തിൻ്റെ ചാബല്യങ്ങളിൽപ്പെട്ട് അതിൻ്റെ പിന്നാലെ അലയുന്നതല്ല മനസ്സിൻ്റെ സമാധാനം എന്നുള്ളത്. മനസ്സിൻ്റെ സമാധാനം എന്നുള്ളത് അതിനെ ലക്ഷ്യമായിട്ടുള്ള ബ്രഹ്മത്തിൽ ഉറപ്പിച്ച്, ഇപ്പം മനസ്സ് പരമാത്മാവിൽ, ഇന്ദ്രിയങ്ങൾ അതാത് ഗോളകങ്ങളിൽ, ശരീരം സുഖാസനത്തിൽ, എന്നിട്ടോ ബ്രഹ്മാത്മൈക്യമുപേത്യ തന്മയതയാ ചാഖണ്ഡ വൃത്യാനിശം. ഒന്നുകൂടി പറയാം, മനസ്സ് സമാധാനമാക്കി വെക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ മനസ്സ് പരമാത്മാവിൽ ഉറപ്പിച്ച്, ഇന്ദ്രിയങ്ങൾ അതാത് ഗോളകങ്ങളിൽ, പിന്നെയോ ശരീരം സുഖാസനത്തിലിരിക്കണു, എന്നിട്ടോ ബ്രഹ്മാത്മൈക്യമുപേത്യ തന്മയതയാ ബ്രഹ്മാത്മൈക്യമുപേത്യ തന്മയതയാ ചാഖണ്ഡ വൃത്യാനിശം. എന്താണാവോ ഈ ചാഖണ്ഡ വൃത്തി? അഖണ്ഡവൃത്തി, അതായത് അഖണ്ഡാകാരവൃത്തി. അഖണ്ഡാകാരവൃത്തിയാൽ അതായത് ചിന്തയെ ബ്രഹ്മരൂപമാക്കി മാറ്റണം. ചിന്ത ബ്രഹ്മരൂപമായി മാറി എന്ന് വെച്ചാലോ, ചിന്ത ബ്രഹ്മത്തിൻ്റെ രൂപം ഭാവിച്ചു എന്ന് വെച്ചാലോ, സോഹമസ്മി, അഹം ബ്രഹ്മാസ്മി, ബ്രഹ്മ ഏവ അഹമസ്മി, ആ പരമമായിട്ടുള്ള ബ്രഹ്മം, ശുദ്ധ ബ്രഹ്മം, അത് ഞാനാണ്. ഈ ഒരു ചിന്തയെ മാത്രം, അതായത് ചിന്തയ്ക്ക് ആ ഒരു രൂപം കൈക്കൊണ്ടു. ഇപ്പോൾ നമ്മളിപ്പോൾ ചിന്തയ്ക്ക് ബ്രഹ്മത്തിനൊരു രൂപമൊന്നുമില്ല കൈക്കൊള്ളാനായിട്ട്, എങ്കിലും നമ്മൾ ആ ചിന്തയിൽ മാത്രമാകുമ്പോഴും മറ്റു രൂപങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് പോകും. അതേസമയത്ത് ഒരു ആനയാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നതെങ്കിലോ ആനയുടെ രൂപമായിരിക്കും. ഇനി അതല്ല, വേറെ ആരെങ്കിലും ഇഷ്ടപ്പെട്ട ഒരാളുടെ രൂപമാണെങ്കിലോ അയാളുടെ രൂപമാകാം, അല്ലെങ്കിൽ അവരുടെ രൂപമാകാം. പക്ഷേ എങ്കിൽ ഈ ബ്രഹ്മചിന്തയാകുമ്പോഴോ അഹം ബ്രഹ്മാസ്മി എന്നുള്ളിടത്ത് മനസ്സിൽ നിന്ന് സർവ്വവിധത്തിലുള്ള ചിന്തകളും പോയിട്ട്, ചിന്തകളെല്ലാം പിന്മാറിയിട്ട് പിന്നെയോ ആ വൃത്തി മാത്രമായിട്ടുള്ള ഒരവസ്ഥ, അതായത് ഒരു ഏകവൃത്തി, അഹം ബ്രഹ്മാസ്മി എന്നുള്ള ഒരൊറ്റ വൃത്തി, ആ ഒരു വൃത്തിയിൽ മാത്രമായിട്ടിരിക്കുന്ന അവസ്ഥയെ അഖണ്ഡാകാര വൃത്തി എന്ന് പറയുന്നത്. അങ്ങനെ അഖണ്ഡാകാര വൃത്തിയാൽ ഈ ഇത്തരത്തിലുള്ള ചിന്തയാൽ, അഖണ്ഡാകാര വൃത്തിയാൽ ബ്രഹ്മാത്മൈക്യം ഉപേത്യ. പിന്നെ ഈ ചിന്ത പിന്നെ പുറത്തേക്ക് പോകുമോ? ഇല്ല, ആ ചിന്ത ആ സ്വരൂപത്തിൽ തന്നെ ഐക്യം പ്രാപിക്കും. ഈ ചിന്തയും സ്വരൂപത്തോടെ ഒന്നായി തീരുകയാണ്. അങ്ങനെയാണ് ബ്രഹ്മാത്മൈക്യം സംഭവിക്കുക. അങ്ങനെ ബ്രഹ്മാത്മൈക്യം ഉപേത്യ അനുഭവിച്ചിട്ട് അതൊന്ന് ആ ഒരവസ്ഥയിലൊന്ന് എത്തിയിട്ട് തന്മയതയാ അപി, അതുമായിട്ട് താതാത്മ്യപ്പെട്ടിട്ട് അനിശം, ഡേ ആൻഡ് നൈറ്റ്, അനിശം, രാവും പകലൊന്നില്ലാതെ അജസ്രം പിബ എന്ന് വെച്ചാൽ നുകരൂ. എന്താ അവിടെ ഇപ്പോൾ കുടിക്കാനുള്ള? അവിടെ വല്ല ജ്യൂസോ അങ്ങനെ വല്ലതും ഉണ്ടോ? അവിടെ ഉണ്ട്, നല്ല രസമുണ്ട്, ബ്രഹ്മാനന്ദ രസം.
എങ്ങനെയാ ജ്യൂസ് കുടിക്കുക? അല്ലാതെ കഷായം കുടിക്കണ പോലെയാണോ? കഷായം നമ്മളങ്ങനെ കുടിക്കണം, മൂക്കൊക്കെ ഇങ്ങനെ പൊത്തിപ്പിടിച്ചിട്ട് അങ്ങനെയൊക്കെയല്ലേ കഷായം കുടിക്കുക. പക്ഷെ ഇതങ്ങനെയല്ല, മുതാ സന്തോഷത്തോടു കൂടി നുകരൂ. അല്ലെ, ഭാഗവതം പറയില്ലേ, പിബത ഭാഗവതം രസമാലയം. അത് രസത്തിൻ്റെ ആലയമാണ്. സ്വാദ് സ്വാദ് പതേ പതേ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുമല്ലോ. അതുപോലെ ഇവിടെ വേദാന്തികൾ പറയുന്നു, നിങ്ങൾ ആ ശരീരത്തെ സുഖാസനത്തിൽ ഇരുത്തൂ, മനസ്സിനെ ആത്മാവിൽ ഉറപ്പിക്കൂ, എന്നിട്ട് ഇന്ദ്രിയങ്ങളെയൊക്കെ ആ ഗോളകങ്ങളിൽ തന്നെ വെക്കൂ, എന്നിട്ട് മനസ്സ് നിരന്തരം ഒരു ഏകചിന്തയിൽ മുഴുകട്ടെ, എന്നിട്ടോ ആ ഏകചിന്ത ബ്രഹ്മരൂപമായി ഭവിക്കട്ടെ, എന്നിട്ടോ ആ ബ്രഹ്മരൂപമായി ഭവിച്ച ആ ചിന്തയെ പരമാത്മാവിൽ ലയിപ്പിക്കൂ, അതുമായിട്ട് തന്മയീ ഭവിച്ച് രാവും പകലും അവിടെ കഴിഞ്ഞുകൂടും. അങ്ങനെ കഴിഞ്ഞുകൂടി കുടിക്കൂ, അല്ലെങ്കിൽ നുകരൂ. എന്താ നുകരേണ്ടത്? ബ്രഹ്മാനന്ദ രസം പിബ. എങ്ങനെ? മുതാ സന്തോഷത്തോടു കൂടി. ഒരു തരി നുകർന്നിട്ടുണ്ട് എങ്കിൽ, ഒരു തരി ആനന്ദത്തിൻ്റെ ഒരു തരി നമ്മൾക്ക് അനുഭവപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ മാർഗം ഉപേക്ഷിക്കില്ല. കാരണം അതിൻ്റെ ആ ഒരു ആനന്ദം ഒരു തരിയേ ഉള്ളൂ എങ്കിൽ പോലും പിന്നെ നമ്മൾക്ക് തിരിച്ചു പോകാനായിട്ട് സാധിക്കുകയില്ല. ആനന്ദത്തിൻ്റെ ഒരു ലെവലേശം നമ്മളൊന്ന്, ഒരു ഗ്ലിംസായിട്ടെങ്കിലും, ഒരു സ്ഫുരണമായിട്ടെങ്കിലും നമ്മളൊന്ന് അനുഭവിച്ചിട്ടുണ്ട് എങ്കിൽ പിന്നെ നമ്മൾക്കൊരു തിരിച്ചു പോക്കില്ല. അപ്പോൾ ഒന്ന് ഓർത്തു നോക്കൂ മഹാത്മാക്കളുടെ അവസ്ഥ. സദാ ബ്രഹ്മാനന്ദ രസം നുകർന്ന് കഴിഞ്ഞുകൂടുന്ന മഹാത്മാക്കളെ ഒന്ന് ഓർത്തു നോക്കൂ. കിം അന്യേഹി ശൂന്യേഹി ഭൃശം. മറ്റ് ശൂന്യരസത്തിൻ്റെ ഒരാനന്ദവുമില്ലാത്ത മിഥ്യാ പദാർത്ഥങ്ങളുടെ പുറകെ പോകുന്നത് എന്തിനാണ്? കിം അന്യേഹി ശൂന്യേഹി വൃഷം. ഇപ്പോൾ ബ്രഹ്മാനന്ദത്തിൻ്റെ ആഭാസമാണ് ഈ കാണുന്ന ഈ വിഷയാനന്ദങ്ങളെല്ലാം. അത് ഒറിജിനലല്ല, ഡ്യൂപ്ലിക്കേറ്റാണ്. നമ്മളിപ്പോൾ എന്ത് കാര്യം എടുത്താലും നമ്മൾ ഉടനെ ചോദിക്കും, ഇത് ഒറിജിനലാണോ? അല്ലേ, എന്ത് കാര്യം മേടിച്ചാലും നമ്മൾക്കതിൻ്റെ ഒറിജിനൽ വേണം. നമ്മൾക്ക് പറ്റിക്കപ്പെടാൻ നമുക്ക് ഇഷ്ടപ്പെടില്ല. ആർക്കും ഇഷ്ടമില്ലാത്ത ഒരു കാര്യമാണ് എന്നെ പറ്റിക്കരുത്. വഞ്ചന ആർക്കും ഇഷ്ടമല്ല. പക്ഷേ നോക്കൂ, ഇത് വഞ്ചനയുടെ പിറകെയാണ് നമ്മളീ പോകുന്നത്. യഥാർത്ഥ രസം എന്നുള്ളത് ബ്രഹ്മാനന്ദ രസമാണ്. ഈ കാണുന്നത് അല്ലെങ്കിൽ അനുഭവിക്കുന്നതല്ല ശുദ്ധജലമോ ഓടജലമോ ആയിട്ടുള്ള വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ഒറിജിനൽ വേണം, അതുകൊണ്ട് ഡ്യൂപ്ലിക്കേറ്റ് ഒന്നും വേണ്ട. അതുകൊണ്ട് ഈ ബ്രഹ്മാനന്ദത്തിൻ്റെ ആഭാസമായിട്ടുള്ള കിം അന്യേഹി അത് ശൂന്യമാണ്, മിഥ്യയാണത്. അതിൻ്റെ പിന്നാലെ എന്തിനാണ് പോകുന്നത് എന്ന് ആചാര്യ ഭഗവാൻ ചോദിക്കുകയാണ്. ഒന്നുകൂടി നമുക്കിത് വായിക്കാം. ലക്ഷ്യേ ബ്രഹ്മണി മാനസം ദൃഢതരം സംസ്ഥാപ്യ ബാഹ്യേന്ദ്രിയം സ്വസ്ഥാനേ വിനിവേശ്യ നിശ്ചലതനുഃ ച ഉപേക്ഷ്യ എന്നാണ് കേട്ടോ വാക്ക്. നിശ്ചലതനുശ്ചോപേക്ഷ്യ ദേഹസ്ഥിതിം ബ്രഹ്മാത്മൈക്യമുപേത്യ തന്മയതയാ ചാഖണ്ഡവൃത്യാനിശം ബ്രഹ്മാനന്ദരസം പിബാത്മനി മുദാ ശൂന്യൈഃ കിമന്യൈ ഭൃശം. അനാത്മചിന്തനം ത്യക്ത്വാ കശ്മലം ദുഃഖകാരണം ചിന്തയാത്മാനമാനന്ദ രൂപം യന്മുക്തികാരണം. അടുത്ത ശ്ലോകം. തെക്വാ അനാത്മചിന്തനം. വിഷയവസ്തുക്കളുടെ ഈ സ്മരണം ഉണ്ടല്ലോ, അനാത്മവസ്തുക്കളുടെ ചിന്തനം സ്മരണം, അതിനെ തെക്വാ. കാരണം എന്താ? കശ്മലം, അതൊരുമാതിരി ദുഷ്ടതയാണ്. നമ്മൾക്ക് മുക്തിയൊക്കെ വേണം, പക്ഷേ സദാ ബന്ധന ചിന്തയാണ് എങ്കിലോ. മുക്തിയൊക്കെ വേണമെങ്കിലും ഈ അനാത്മവസ്തുക്കളുടെ ചിന്തയാണ്. അനാത്മവസ്തുക്കൾ നമ്മളെ ബന്ധനത്തിലാക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് വേണം? തെക്വാ അനാത്മചിന്തനം കശ്മലം ദുഃഖകാരണം. ബന്ധനത്തിലാക്കുന്ന ചിന്തകളെയൊക്കെ ഉപേക്ഷിച്ചിട്ട് എന്താ വേണ്ടത്? മുക്തിക്കുള്ള കാര്യത്തെ, മുക്തിക്കുള്ള കാരണമായിട്ടുള്ള ചിന്തയെ ചിന്തിക്കൂ. ചിന്തയാത്മാനം ആനന്ദരൂപം എൻ മുക്തി കാരണം. ആനന്ദരൂപമായിട്ടുള്ള ആത്മാവിനെ കുറിച്ച് ചിന്തിക്കൂ. ബാക്കി എന്തിനെക്കുറിച്ച് ചിന്തിച്ചാലും ഇവിടെ ദുഃഖിക്കേണ്ടി വരും. എന്താ ആത്മ?
350 ശ്ലോകങ്ങളിലൂടെ പറഞ്ഞില്ലേ? ആ 350 ശ്ലോകങ്ങളിലൂടെ പറഞ്ഞാലും ഞാൻ എപ്പോഴും മറന്നു പോകും എന്താണ് ആത്മ. അപ്പോൾ ഇനിയും ആത്മാവിനെക്കുറിച്ച് വിശദീകരിച്ച് തരികയാണ്. എത്ര കാരുണ്യമാണ് ആചാര്യ ഭഗവാൻ എന്ന് നോക്കൂ. ഒന്നുകൂടി ഈ ശ്ലോകം വായിച്ചിട്ട് അടുത്ത ശ്ലോകം നോക്കാം. അനാത്മചിന്തനം ത്യക്ത്വാ കശ്മലം ദുഃഖകാരണം ചിന്തയാത്മാനമാനന്ദരൂപം യന്മുക്തികാരണം ഏവം സ്വയം ജ്യോതിരശേഷസാക്ഷി വിജ്ഞാനകോശേ വിലസത്യജസ്രം ലക്ഷ്യം വിധായേന്മനസാദ്വിലക്ഷണം അഖണ്ഡവൃത്യാത്മതയാനുഭാവയ ഏവം സ്വയം ജ്യോതിരശേഷസാക്ഷി വിജ്ഞാനകോശേ വിലസത്യജസ്രം ലക്ഷ്യം വിധാതൈനമസദ്വിലക്ഷണം അഖണ്ഡവൃത്യാത്മതയാനുഭാവയ. ഏഷഃ ഈ ആത്മാവുണ്ടല്ലോ അതെന്താണ്? ഏഷഃ സ്വയം ജ്യോതിഹി, സെൽഫ് ഷൈനിങ് ആണ്. അതിന് വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല അത് പ്രകാശിക്കാനായിക്കൊണ്ടിട്ട്, അല്ലെങ്കിൽ അതുണ്ടോ നമ്മൾക്കിപ്പോൾ ഞാനുണ്ടോ എന്ന് അറിയാനായിട്ട്. കുട്ടികളെ നിങ്ങളൊന്ന് പോയി നോക്കൂ, ഒന്ന് അന്വേഷിക്കൂ ഞാൻ അവിടെ ഉണ്ടോയെന്ന്. അങ്ങനെ ആരെങ്കിലും പറയുമോ? ഞാനുണ്ടെന്ന് എനിക്കറിയാം. അതിന് വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല, ഞാനുണ്ട് അല്ലേ? അപ്പോൾ ആ ആത്മാ ഏഷഃ ആത്മാ അത് സ്വയം ജ്യോതിയാണ്. അതിനൊന്നിൻ്റെയും പ്രമാണം ആവശ്യമില്ല, ആത്മാവിന് ഒന്നിൻ്റെയും പ്രമാണം ആവശ്യമില്ല കേട്ടോ. പക്ഷേ അജ്ഞാനിക്കാണ് ഈ വേദാന്താദികളുടെ പ്രമാണം ആവശ്യം. ആത്മാവിനൊന്നിൻ്റെയും ആവശ്യമൊന്നുമില്ല, സ്വയം ജ്യോതി. പിന്നെയോ അശേഷ സാക്ഷി, എല്ലാറ്റിനും സാക്ഷിയാണ്. വിഷയങ്ങൾക്ക് സാക്ഷിയാണ്, വിഷയങ്ങളെ കൊണ്ട് എത്തിക്കുന്ന ഇന്ദ്രിയങ്ങൾക്ക് സാക്ഷിയാണ്. ഇന്ദ്രിയങ്ങൾ എവിടെയാണ് വിഷയങ്ങളെ കൊണ്ട് എത്തിക്കുക? മനസ്സിലാണ്. ആ മനസ്സിനും സാക്ഷിയാണ് അശേഷ സാക്ഷി. മനസ്സിനും സാക്ഷിയാണ്, ബുദ്ധിക്ക് സാക്ഷിയാണ്, അഹങ്കാരത്തിന് സാക്ഷിയാണ്, എല്ലാത്തിനും സാക്ഷിയാണ് ഈ ഏഷഃ ആത്മാ സ്വയം ജ്യോതിഹി അഖില സാക്ഷി അശേഷ സാക്ഷി സാക്ഷി എന്നില്ല, സാക്ഷി വിജ്ഞാനകോശേ വിലസതി. ഇനി അതെവിടെയത് ആണെങ്കിലോ ബുദ്ധിയിൽ അജസ്രം നിരന്തരം പ്രകാശിക്കുന്നു. വിജ്ഞാനകോശേ, വിജ്ഞാനമയ കോശേ എന്ന് വെച്ചാൽ ബുദ്ധിയിൽ, ബുദ്ധിതത്വത്തിൽ, അല്ലെങ്കിൽ ആ ബുദ്ധിയാണ് മനസ്സിനെ പ്രവർത്തിപ്പിക്കുന്നത്, മനസ്സാണ് ഇന്ദ്രിയങ്ങളെ പ്രവർത്തിപ്പിക്കുന്നത്. അപ്പോൾ ബുദ്ധിയെയും പ്രവർത്തിപ്പിക്കുന്നതായിട്ടുള്ള ആ തത്വം വിജ്ഞാനകോശേ വിലസതി, അത് നിത്യസ്വരൂപമാണ്. അതിങ്ങനെ ഒന്ന് പോയിട്ട് ഒന്ന് തിരിച്ചു വരിക അങ്ങനെയൊന്നുമില്ല. അതെപ്പോഴും ശോഭിച്ചുകൊണ്ടിരിക്കുന്ന, എപ്പോഴും വിളങ്ങിക്കൊണ്ടിരിക്കുന്ന നിത്യവസ്തുവാണത്. ലക്ഷ്യം വിധായ ഏനം, ഈ ലക്ഷ്യം വെച്ചുകൊണ്ടിട്ട് അസത് വിലക്ഷണം, അസത്തിൽ നിന്നും വിലക്ഷണമാണത്. അസത്തിൽ നിന്നും തീർത്തും വ്യത്യസ്തമാണ് സത് വസ്തുവാണത്. ഇനിയോ അനുഭാവയ, എന്നിട്ട് അനുഭവിക്കൂ. എങ്ങനെ? അഖണ്ഡവൃത്യ, പറഞ്ഞുവല്ലോ ഇതിന് മുമ്പിലത്തെ ശ്ലോകത്തിൽ. ആ അഖണ്ഡവൃത്യ ബ്രഹ്മാകാര വൃത്യ ആത്മതയ, ആത്മാവായി സ്വയം ജ്യോതി സ്വരൂപാത്മാ ഞാനാണ് എന്ന് നിരന്തരം അനുഭവിക്കൂ. അജസ്രം അനുഭവിക്കൂ, നിരന്തരം അനിശ്യം രാവും പകലും അനുഭവിക്കൂ. ഞാൻ നിരന്തരം പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന സ്വയം ജ്യോതിസ്വരൂപമായിട്ടുള്ള ശുദ്ധ ആത്മാവാണ് ഞാനെന്ന് നിരന്തരം മനസ്സിനെ പറഞ്ഞ് ഉറപ്പിച്ച് അത് അനുഭവിക്കൂ എന്ന് പറയുകയാണ്. ഏഷ സ്വയം ജ്യോതിരശേഷ സാക്ഷി വിജ്ഞാനകോശേ വിലസത്യജസ്രം ലക്ഷ്യം വിധായേന്മനസദ്വിലക്ഷണം അഖണ്ഡവൃത്യാത്മതയാനുഭാവയാം. ഏതമച്ഛിന്നയാ വൃത്യാ പ്രത്യാന്തരശൂന്യയാ ഉല്ലേഖയൻ വിജാനീയാത് സ്വസ്വരൂപതയാ സ്ഫുടം.
ഏവമച്ഛിന്നയാ വൃത്യാ പ്രത്യാനന്തരശൂന്യയാ ഉല്ലേഖയൻ വിജാനീയാത് എന്തോ വിട്ടു കളഞ്ഞിട്ടുണ്ടല്ലോ. ഉല്ലേഖയൻ വിജാനീയാത് സ്വസ്വരൂപതയാ സ്ഫുടം. ഒരു ലെറ്റർ പോയിട്ടുണ്ടെങ്കിൽ ആ വൃത്തത്തിൽ നമ്മൾക്ക് വായിക്കാനായിക്കൊണ്ടിട്ട് സാധിക്കില്ല. ഏതം ആത്മാനം, ഈ ആത്മാവിനെ ഉല്ലേഖനം, ഇത്തരത്തിൽ നിങ്ങളുടെ ശ്രദ്ധയിൽ ഉറപ്പിക്കൂ, നിങ്ങളുടെ ബുദ്ധിയിൽ ഉറപ്പിക്കൂ എന്ന് പറയുകയാണ്. ഏനം ആത്മാനം ഉല്ലേഖനം അച്ഛിന്നയാ വൃത്തിയ, അഖണ്ഡ വൃത്തിയാൽ, ബ്രഹ്മ ഏവ അഹമസ്മി എന്നുള്ള ആ അഖണ്ഡ വൃത്തിയാൽ നമ്മുടെ മനസ്സിൽ അതിനെ ഉറപ്പിച്ചു വെക്കൂ. പ്രത്യയാന്തര ശൂന്യയാ, മറ്റ് യാതൊരു ചിന്തകളും ഇല്ലാതെ ബാക്കിയുള്ള ചിന്തകളെയൊക്കെ ഉപേക്ഷിച്ചിട്ട് ഈ വൃത്തിയെ ഉറപ്പിക്കൂ. അപ്പോൾ എന്ത് സംഭവിക്കും? സ്വസ്വരൂപതയാ സ്ഫുടം. അത് അത് നമ്മളുടെ ആ ഒരു സ്വരൂപത്തെ വളരെ ക്ലിയർ ആയിക്കൊണ്ടിട്ട് നമ്മൾക്കത് വെളിപ്പെടുത്തി തരും. നമ്മൾക്കത് സാക്ഷാത്കരിക്കാനായിട്ട് സാധിക്കും. ഈ അഖണ്ഡാകാര വൃത്തിയെ, മറ്റു ബാക്കി വൃത്തികളെ ഒക്കെ മാറ്റിക്കളഞ്ഞിട്ട് അഖണ്ഡാകാര വൃത്തിയെ ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട് എങ്കിൽ ആ ആത്മതത്വത്തെ വളരെ സ്ഫുടമായിട്ട് അനുഭവിക്കാനായിക്കൊണ്ടിട്ട് നമ്മൾക്ക് സാധിക്കും. ഏവമച്ഛിന്നയാ വൃത്യാ പ്രത്യാന്തര ശൂന്യയാ ഉല്ലേഖയൻ വിജാനീയാത് സ്വസ്വരൂപതയാ സ്ഫുടം അത്രാത്മത്വം ദൃഢീകുർവൻ അഹമാദിഷു സംയജൻ ഉദാസീനതയാ യേഷു തിഷ്ഠേത് സ്ഫുടഘടാധിപത്. അത്ര ആത്മത്വം ദൃഢീകുർവൻ, ആത്മത്വം ദൃഢീകുർവൻ, ആത്മത്വം, ആ ആത്മാവിനെ ആത്മത്വം, അതായത് ഞാൻ ആത്മാവാണ് എന്നുള്ള ആ ഒരു അറിവുണ്ടല്ലോ, അതിനെ ദൃഢപ്പെടുത്തിയിട്ട്, അത്ര ആത്മത്വം ദൃഢീകുർവൻ. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? ആത്മത്വം ദൃഢീകുർവൻ അഹമാദിഷു സംത്യജൻ, ഈ ശരീരത്തിലും അഹംബുദ്ധിയിലും അഹങ്കാരത്തിലും മനസ്സിലും ശരീരത്തിലും ഒക്കെ ഉള്ള താതാത്മ്യത്തെ ഉപേക്ഷിച്ചിട്ട് അപ്പോൾ ഈ ലോകത്ത് ജീവിക്കണമെങ്കിൽ ഈ അഹങ്കാരവും മനസ്സും ബുദ്ധിയൊക്കെ വേണമല്ലോ. ഇതിനെയൊക്കെ അങ്ങ് നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എങ്ങനെ ഞാൻ ജീവിക്കും? അതൊക്കെ അവിടെ ഇരുന്നോട്ടെ, അതിലുള്ള താതാത്മ്യം അങ്ങോട്ട് ഇല്ലാതാക്കിയാൽ മതി. ഇതെല്ലാം ഗോളകമായിട്ടോ അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അത് അതുപോലെ തന്നെ ഇരുന്നോട്ടെ, ഒരു പ്രശ്നവുമില്ല അതിനെക്കൊണ്ട്. പക്ഷേ എവിടെയാണ് പ്രശ്നം? ഇത് ഞാനാണെന്ന് ധരിക്കുമ്പോഴാണ് ഈ പ്രശ്നം മുഴുവനും. ഇപ്പോൾ പൊട്ടിയ കുടം കണ്ടിട്ടുണ്ട് എങ്കിൽ നമ്മൾക്കതിൽ പൊട്ടിയ കുടത്തോട് വല്ലാത്തൊരു താതാത്മ്യം ഉണ്ടാവുമോ? പൊട്ടിച്ചത് ചിലപ്പോൾ ഒട്ടിച്ച് വെച്ചെന്നൊക്കെ ഇരിക്കും, ചിലപ്പോൾ വല്ല പശയോ അതല്ലെങ്കിൽ വല്ല സെല്ലോ ടേപ്പോ ഒക്കെ എടുത്തുകൊണ്ട് വന്ന് ഒട്ടിച്ച് വെച്ചെന്നൊക്കെ ഇരിക്കും. പക്ഷേ താതാത്മ്യം ഉണ്ടാവില്ല, ഈ കുടമാണ് ഞാനെന്നുള്ള താതാത്മ്യം ഉണ്ടാകില്ല, അല്ലേ? അതേപോലെ ആത്മതാതാത്മ്യം ദൃഢപ്പെടുത്തൂ, എന്നിട്ടോ അനാത്മതാതാത്മ്യം നശിപ്പിച്ചിട്ട് മറ്റ് പദാർത്ഥങ്ങളെ പോലെ തന്നെ ഈ ശരീരാദികളും, അല്ലേ, എങ്ങനെയാണോ മറ്റു പദാർത്ഥങ്ങളൊക്കെ ഉള്ളത് അതേപോലെ തന്നെയാണിത്. നമ്മൾ ഇതിൽ ഞാൻ എന്നുള്ള ആ ഒരു ബുദ്ധി കൊടുത്തിട്ട് ഇതിനു വേണ്ടി എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുക, അല്ലേ? അപ്പോൾ മറ്റു പദാർത്ഥങ്ങളെ പോലെ തന്നെ ഈ ശരീരത്തെയും കാണാനായിട്ട് സാധിക്കണം. എന്നിട്ട് നാം മറ്റു പദാർത്ഥങ്ങളെയൊക്കെ ഉപയോഗിക്കുമല്ലോ, അതേപോലെ പക്ഷെ അവയെ ഞാനെന്ന് കരുതാറില്ല. ഇപ്പം ഞാനിപ്പോൾ ഈ ഗ്ലാസ് കൊണ്ട് വെള്ളം എടുത്ത് കുടിച്ചു, പക്ഷേ ഈ ഗ്ലാസ് ഞാനാണെന്ന് ഞാൻ കരുതാറില്ല. അത്ര പൊട്ടിയൊന്നുമല്ല, അല്ലേ? അതേപോലെ തന്നെ ഈ ഗ്ലാസ് പൊട്ടിപ്പോയി, ഇപ്പോൾ ചില്ല് ഗ്ലാസ് ആണെങ്കിൽ ഇത് പൊട്ടിപ്പോവും. ഞാൻ പൊട്ടിപ്പോയല്ലോ എന്ന് പറഞ്ഞ് കരയോ? ഇല്ല. അതേപോലെ തന്നെ ഈ അനാത്മ വസ്തുക്കളിൽ ഞാനെന്നുള്ള ഏതുപോലെയാണോ ഇതിലൊന്നും എനിക്ക് ഞാൻ എന്നുള്ളൊരു താതാത്മ്യം ഇല്ല, അതുപോലെ തന്നെ ഈ ശരീരാദികളിൽ എനിക്ക് ഞാനെന്നുള്ള താതാത്മ്യമുണ്ട്. അതിനെ ഇല്ലാതെയാക്കി ആ താതാത്മ്യത്തെ നശിപ്പിച്ചിട്ട് ആത്മാവിൽ ശ്രദ്ധിക്കൂ. ഒരെണ്ണോടെ നോക്കാം. വിശുദ്ധമന്തഃകരണം സ്വരൂപേ നിവേശ്യ സാക്ഷിണ്യവബോധമാത്രേ ജ്ഞാനേശനേ നിശ്ചലതാമുപാനയൻ പൂർണ്ണം സ്വമേവാനുവിലോകയേത്തതഃ. വിശുദ്ധമന്തഃകരണം സ്വരൂപേ നിവേശ്യ സാക്ഷിണ്യവബോധമാത്രേ ശനൈശനേർനിശ്ചലതാം ഉപാനയൻ പൂർണ്ണം സ്വമേവാനുവിലോകയേത്തതാം.
വിശുദ്ധമന്തഃകരണം. ആദ്യം എന്താ ചെയ്യേണ്ടത്? ഈ മനസ്സിൻ്റെ വിശുദ്ധി നേടണം. ആദ്യം ചിത്തശുദ്ധിയാണ്, മനഃശുദ്ധിയാണ് നേടേണ്ടത്. സാരൂപേ നിവേശ്യ, എന്നിട്ടോ ആ ശുദ്ധമായ മനസ്സിനെ ആത്മാവിൽ നിവേശ്യ, ആത്മാവിൽ പ്രവേശിപ്പിക്കണം, അല്ലെ ആത്മാവിൽ ലയിപ്പിച്ചിട്ട് എന്താ അവബോധമാത്രേ, ആ ജ്ഞാനം അല്ലെങ്കിൽ ഞാൻ ആ സ്വരൂപമാണ് എന്നുള്ള ജ്ഞാനം തന്നെയാണ് ഈ അവബോധം. ജ്ഞാനം തന്നെ, അവബോധം മാത്രമേ ജ്ഞാനം തന്നെയാണത്. ഇതൊന്നും പെട്ടെന്ന് സംഭവിക്കുന്നതല്ല കേട്ടോ, ഒരു ദിവസം കൊണ്ടോ അല്ലെ ഒരു മാസം കൊണ്ടോ ഒന്നും സംഭവിക്കുന്നതല്ല. ശനൈഹി ഭഗവത്ഗീതയിലും പറയുന്നുണ്ടല്ലോ, ശനൈ ഉപരമേത്. ഭാഗവതം പോലും അല്ലേ, ശനൈ ഭാഗവതം പഠൻ. അത് ശുഗബ്രഹ്മർഷിയെക്കുറിച്ച് പറയുന്നതാണ് കേട്ടോ. പതിയെ അദ്ദേഹം ഭാഗവതം വായിച്ചുകൊണ്ട് നടന്നു പോകുന്നു എന്നുള്ള അവിടെ ഒരു ഉപമ വരുന്നുണ്ട്. പക്ഷെ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ശനൈ പതിയെ ശനൈ പതിയെ നിശ്ചലതാമുപാനയത്. ക്ഷമയോടെ മനസ്സിനെ നിശ്ചലമാക്കൂ. മനസ്സങ്ങനെ ഒന്നും നിശ്ചലമാകുമൊന്നുമില്ല, വളരെയധികം ക്ഷമ വേണം. എന്നിട്ടോ അതിനുശേഷം പൂർണ്ണം സ്വമേവാനു വിലോകയേത് തതഃ, അതിനുശേഷം ചിത്തശുദ്ധി നേടിയിട്ട് ജ്ഞാനത്തിൽ മനസ്സിനെ നിശ്ചലമാക്കി വെക്കണം. എന്നിട്ട് പൂർണ്ണാനന്ദ ദർശനത്തെ നേടൂ എന്ന് ആചാര്യ ഭഗവാൻ നമ്മളോട് പറയുകയാണ്. ഒന്നുകൂടി ഇതൊന്ന് വായിക്കാം. വിശുദ്ധമന്തഃകരണം സ്വരൂപേ നിവേശ്യ സാക്ഷിണ്യവബോധമാത്രേ ശനൈ നിശ്ചലതാമുപാനയൻ പൂർണ്ണം സ്വമേവാനുവിലോകയേ തതഃ. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.